നമസ്കാരം. ന്യൂസിൻ്റെ ഹൗസ് തുടങ്ങിയിട്ട് 3 കൊല്ലം പൂർത്തിയായി. 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 4-ാം വർഷം നടപ്പ് കാലത്ത് ഒരു ഇടവേള വന്നു. ഒരുപക്ഷെ ഈ 3 കൊല്ലത്തിനിടയിൽ ഇതുവരെ ഇല്ലാത്തത്രയും നീണ്ടൊരു ഇടവേളയാണ്, ഒരാഴ്ചത്തെ ഗ്യാപ്പ്. നമുക്ക് ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളോട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ നമ്മുടെ ന്യൂസിൻ്റെ ഹൗസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാലും ഈ കാലത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു, വിളിച്ചു, എന്ത് സംഭവിച്ചു എന്ന് വിഷമത്തോടെ ചോദിച്ചവരാണ് കൂടുതലും. വീഡിയോകൾ ഉണ്ടാവില്ലേ, എന്താണ് 2 ദിവസമായാലോ കണ്ടിട്ട്, എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലും സബ്സ്ക്രൈബേഴ്സ് ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ചോദ്യങ്ങളൊക്കെ വന്നു. സംഗതി പൂട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ആഹ്ലാദം പങ്കിട്ട് മെസ്സേജ് അയച്ച വിരലെണ്ണാവുന്ന കോളുകൾ വന്നതും ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇടവേള കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സജീവമാകാൻ പോകുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അതായത് കാസർഗോഡ് ജില്ലയിലെ ക്ലായിക്കോട് എന്ന ഒരു നാട്ടുപുറത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ആ നാടെന്ന് പറഞ്ഞാൽ 3 ഭാഗം കുന്നിൻ ചെരുവും ഒരു ഭാഗത്ത് പുഴ, തേജസ്വിനി പുഴയും ഉള്ള ഒരു നാടാണ്. ഈ ഉപദ്വീപിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയില്ലേ, 3 ഭാഗം പുഴയും 1 ഭാഗം കരയെന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. 3 ഭാഗം കുന്നും 1 ഭാഗം പുഴയും, ഇങ്ങനെ വലയം ചെയ്ത് കിടക്കുന്ന ഒരു നാടാണ്. അവിടെ കിഴക്ക് വടക്കേ ചെരുവിൽ ഒരു മൂലക്കായ ഒരു അമ്പലമുണ്ട്, ഒരു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. അതെൻ്റെ വീടിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ആ അമ്പലത്തിൽ 18 കൊല്ലത്തിന് ശേഷം ഒരു പെരുങ്കളിയാട്ടം നടന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി നാട്ടുകാരൊന്നാകെ ജാതി മതം ഒന്നും വ്യത്യാസം ഇല്ലാതെ, വർഗ്ഗവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ പെരുങ്കളിയാട്ടത്തിനുള്ള പ്രവർത്തനത്തിലായിരുന്നു. ആ പെരുങ്കളിയാട്ടം ക്ലായിക്കോടിനെ ആകെ, എൻ്റെ നാടിനെ ആകെ മാറ്റിമറിച്ചു. 10,000-കണക്കിന് മനുഷ്യർ വന്നുപോയ ഒരു പെരുങ്കളിയാട്ട ദിവസങ്ങൾ, കാലം. അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ പിന്നെ അതിൻ്റെ ക്ലൈമാക്സിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കാലത്തൊരു ഇടവേള സംഭവിച്ചത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പെരുങ്കളിയാട്ടത്തെക്കുറിച്ചും കൂടി കുറച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. വടക്കേ മലബാറിൽ തെയ്യങ്ങളുടെ ഒരു വിസ്മയ ലോകമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതൊരു അനുഷ്ഠാന കലയാണ് തെയ്യം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. പലരും തെയ്യം കണ്ടു കാണും, ചിലർ സ്റ്റേജുകളിലും തെയ്യം കണ്ടിട്ടുണ്ടാവും. വിശ്വാസത്തിനും യുക്തിക്കും ഒക്കെ അപ്പുറത്ത് തെയ്യം അതിൻ്റെ ഒരു പൂർണ്ണ തോതിലാകുന്നത് അതിൻ്റേതായ വേദിയിൽ കെട്ടിയാടുമ്പോഴാണ്. അതായത് കാവിൻ്റെ പശ്ചാത്തലത്തിൽ കെട്ടിയാടുമ്പോഴാണ് നമുക്കത്. കാരണം ഈ തെയ്യവും അത് സ്വീകരിക്കുന്ന ഈ വിശ്വാസികളോ അല്ലെങ്കിൽ ആ കൂട്ടമോ ഒക്കെ അടങ്ങുന്നൊരു സംവാദത്തിൻ്റെ തലത്തിലാണ് ഈ തെയ്യം പൂർണ്ണമാവുന്നത്. അതിൻ്റെ പുരാവർത്തം കൂടി മനസ്സിലാക്കി കണ്ടാൽ നമുക്ക് മറ്റൊരു അനുഭവം സാധ്യമാകും. അത് വിശ്വാസം അല്ലെങ്കിൽ യുക്തി അല്ലെങ്കിൽ ശാസ്ത്രീയ സമീപനത്തിനൊക്കെ അപ്പുറത്താണ്. ഇതെല്ലാം കൂടി മനസ്സിലാക്കി ഒരു സോഷ്യൽ വ്യൂ നമുക്ക് രൂപപ്പെടുത്താൻ സഹായിക്കുന്ന തെയ്യങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങൾ, അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപാട് തെയ്യങ്ങളുള്ള ഒരു പ്രധാന തെയ്യം, ഒരു പ്രധാന ദൈവം, അനുബന്ധ അവരുടെ തോഴിയായിട്ടുള്ള മറ്റ് ദൈവങ്ങൾ അല്ലെങ്കിൽ തോഴന്മാരായിട്ടുള്ള മറ്റ് ദൈവങ്ങളുണ്ടാവും. അല്ലാതെ ഒറ്റ തെയ്യങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട്, 1-2 കോലങ്ങളുള്ള. അപ്പോൾ മുത്തപ്പൻ ക്ഷേത്രമൊക്കെ പോലെയുണ്ട്. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ, ദൈവങ്ങളുള്ള ക്ഷേത്രം. അവിടെ കളിയാട്ടങ്ങളാണ് പൊതുവെ കെട്ടിയാടുന്ന ഒരു കാര്യം. അതായത് 1 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ വരുന്ന കളിയാട്ടങ്ങൾ. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വ്യാഴവട്ടത്തിനൊക്കെ ശേഷം നടക്കുന്ന ഉത്സവങ്ങളുള്ള അമ്പലങ്ങളുണ്ട്. അതിനെ പെരുങ്കളിയാട്ടം എന്നാണ് പറയാം. അങ്ങനെ ഒരു പെരുങ്കളിയാട്ടത്തിനാണ് ഞാൻ പോയത്. ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം. അവിടെ മുച്ചിലോട്ട് ഭഗവതിയാണ് പ്രധാന ദൈവം അല്ലെങ്കിൽ പ്രധാന തെയ്യം. ഒപ്പം 20-ലധികം തെയ്യങ്ങൾ അനുബന്ധിച്ച് കെട്ടിയാടും. ഇത്രയും നല്ലൊരു സുവർണാവസരം കിട്ടിയാൽ നിങ്ങൾ വിടില്ലോ അത് കാണാൻ. ഉറക്കമൊക്കെ ഒഴിയേണ്ടി വരും. മുഴുവൻ സമയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തെയ്യങ്ങൾ വരും. ഭൂരിഭാഗം തെയ്യങ്ങളും പെരുങ്കളിയാട്ടം നടക്കുന്ന 4 ദിവസം ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. 2 ദിവസം ഒരേ തെയ്യം ആവർത്തിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ വ്യൂ ആയിരിക്കും ഉണ്ടാവുക. പ്രധാന കോലവും മറ്റ് 1-2 മറ്റ് ചില കോലങ്ങളും ഒറ്റത്തവണ വരുന്നതുണ്ട്. അവസാന ദിവസം, അവസാന മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമുണ്ട്. അതാണ് മുച്ചിലോട്ട് ഭഗവതി. തെയ്യങ്ങളുടെ ഒരു പ്രത്യേകത, എല്ലാ തെയ്യങ്ങളും ഒരു കാലത്തിൻ്റെ ചരിത്ര രചനയ്ക്ക് ആധാരമാക്കാവുന്ന രീതിയിൽ ലഭ്യമല്ലാത്ത മറ്റ് ചരിത്ര വസ്തുക്കളുടെ ഒക്കെ പശ്ചാത്തലത്തിലും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാവുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രതിരോധത്തിൻ്റെയൊക്കെ അടയാളമായി നമ്മുടെ പൂർവ്വകാലത്ത് ഉണ്ടായ ചില സൂചനകളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന പശ്ചാത്തലമൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു മറ്റ് അകമ്പടി ഉണ്ടാവുമെന്ന് മാത്രം. അരികുവൽക്കരിക്കപ്പെട്ടവർക്കെതിരായ അതിക്രമങ്ങളോടുള്ള രോഷം അതിനകത്തുണ്ടാവും. ഓരോ തെയ്യങ്ങളുടെയും കഥ, ദളിതർക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഒക്കെയുള്ള അധികാര ശക്തികളുടെ പീഡകളോടുള്ള ഒരു പ്രതിരോധം അവിടെ ഉണ്ടാവും. സവർണ മേധാവിത്വത്തിനും ഒപ്പം ആൺകോയ്മകൾക്കും ഫ്യൂഡൽ തമ്പുരാക്കന്മാരുടെ തോന്നിയാസങ്ങൾക്കും ഒക്കെ എതിരായുള്ള വലിയ ഹീറോയിസ്റ്റിക്കായ കഥകൾ ഓരോ തെയ്യത്തിനും പിന്നിൽ ഉണ്ടാവും. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ എടുക്കാം. അതെടുത്താൽ തന്നെ അത് പിടികിട്ടും. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള തെയ്യങ്ങളിൽ ഒന്ന് മുച്ചിലോട്ട് ഭഗവതിയാണ്.
പിന്നെ പൊട്ടനുണ്ട്, മുത്തപ്പനുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയും ഇങ്ങനെ വിരലുണ്ടാവുന്ന ചില തെയ്യങ്ങൾ പെട്ടെന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മളെ നമ്മുടെ കാഴ്ചപ്പാടിനെയൊക്കെ ഇത്തരത്തിൽ നമ്മളിപ്പം നിൽക്കുന്ന രീതിയിലുള്ള മനുഷ്യനായി നമ്മളെ മാറ്റുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥയാണെങ്കിൽ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കന്യക, വിജ്ഞാനത്തിൽ വെല്ലാൻ ആരുമില്ലാത്ത ഒരു വ്യക്തി. അവർ വിജ്ഞാനത്തിൻ്റെ ഒരു കേദാരമാണ്, ശാസ്ത്രീയമായ അറിവുകളുടെ കരുത്തുള്ള ഒരു പെണ്ണ്. എന്നാൽ ബ്രാഹ്മണ മതം, അതായത് അന്ന് മനുവാദികളായി നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പെണ്ണിൻ്റെ ഇത്തരത്തിലുള്ള പവർ പിടിച്ചില്ല. അവർ ആ പെണ്ണിൻ്റെ അറിവിനെ ഭയന്നു. അങ്ങനെ അവരെ ആസൂത്രിതമായി കുരുക്കാൻ ഒരു വിജ്ഞാന സദസ്സ്, ഒരു മത്സരം അവർ സംഘടിപ്പിച്ചു. ആ മത്സരത്തിലെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിൽ അവരെ കുരുക്കി. ഒന്നാമത്തെ ചോദ്യം രസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രസം ഏതാണെന്നായിരുന്നു. കാമരസം എന്നും അവർ മറുപടി പറഞ്ഞു. രണ്ടാമത്തേത് വേദനകളിൽ ഏറ്റവും വലിയ വേദന ഏതാണ് എന്ന് ചോദിച്ചു. അത് പ്രസവ വേദനയാണ് എന്നവർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തിയത് എന്ന് ശാസ്ത്രീയമായ യുക്തിയിൽ അവർ സമർത്ഥിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ആൺകൂട്ടം അറിവിൻ്റെ വലിയ ഒരു ആഘാതത്തിൽ അവർ അങ്ങ് ഒരു അടിയേറ്റ നിലയിൽ, ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അറിവിൻ്റെ വലിയ തിരിച്ചടിയിൽ അവർ ഭയന്നു. ഞങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുമെന്നവർ ഭയന്നിരിക്കണം. പിന്നെ മാത്രമല്ല, ഏത് തീവ്ര തരത്തിലുള്ള സമീപനത്തിലും, പ്രത്യേകിച്ച് മനുവാദത്തിൽ സ്ത്രീകൾക്കുള്ള സമീപനം ഉള്ള സ്ഥാനം എന്താണെന്ന് നമുക്കറിയാലോ. അങ്ങനെ അവർ ഈ 2 ചോദ്യോത്തരത്തിൽ പിടിച്ച് സദാചാരത്തിൻ്റെ കോലെടുത്തു. അനുഭവിക്കാതെ ഇതൊന്നും പറയാൻ കഴിയില്ല എന്നും ഒക്കെ പറഞ്ഞ് അവരെ പിഴച്ചവളാക്കി മുദ്ര കുത്തിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി. ഭ്രഷ്ട് കൽപ്പിച്ച് അവിടുന്ന് പുറത്താക്കി, ഓടിച്ചു വിട്ടു. അവർ തൻ്റെ സത്യം തെളിയിക്കാൻ പിന്നീട് പുറപ്പെടുകയാണ് ആ പെണ്ണ്. അങ്ങനെ ഒരു തീക്കുണ്ടത്തിലേക്ക് അവളുടെ സത്യത്തിൻ്റെ തെളിയിക്കലിനായുള്ള പ്രവർത്തനം അതിലേക്ക് ചാടി തെയ്യമായി ഉയർത്തു. അങ്ങനെ മുച്ചിലോട്ട് ഭഗവതി ഉണ്ടായി എന്ന കഥ പുരാവൃത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തോറ്റംപാട്ടിൽ വിശദമായ കഥ ഉണ്ട്. എന്തായാലും മനുവാദത്തെ ഭരണഘടനയാക്കാൻ തന്നെ ഒരുങ്ങി പുറപ്പെട്ട സംഘങ്ങൾക്ക് മുന്നിൽ മുച്ചിലോട്ട് ഭഗവതി അടക്കമുള്ള ദൈവങ്ങൾ പറയുന്ന കഥ ഒരു പ്രതിരോധമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തെയ്യങ്ങൾ വലിയ സന്ദേശം വർത്തമാനകാലത്ത് നൽകുന്നുണ്ട്. ഞാൻ ഈ 4 ദിവസങ്ങളിൽ കണ്ട തെയ്യങ്ങളിലെ വല്ലാതെ മനസ്സിൽ കൊണ്ട ചില തെയ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നരമ്പിൽ ഭഗവതി, പുലിയൂർ കണ്ണൻ, പുലിയൂർ കാളി എന്നൊക്കെ പറയുന്ന തെയ്യങ്ങൾ. ഈ നരമ്പിൽ ഭഗവതി ഭയങ്കര രസമുള്ള കഥയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു ജന്മിയുടെ ഭാര്യ ഗർഭിണിയായി. ആ ജന്മി ഭാര്യയോട് മോശമായിട്ടാണ് പെരുമാറുക, ക്രൂരമായിട്ടാണ് പെരുമാറുക. അങ്ങനെ പ്രസവത്തോട് അടുക്കാറായപ്പോൾ ആ പെണ്ണ് എൻ്റെ അമ്മേനെ കാണണമെന്നും വീട്ടിൽ പോകണം എന്നും വീട്ടിൽ പോകാൻ സമ്മതിക്കണമെന്നും ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനൊന്നും സമ്മതിക്കുന്ന ആളായിരുന്നില്ല. അങ്ങനെ വിട്ടില്ല. അവർ എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് അയാൾ ഭാര്യയെ ചവിട്ടി. ഉടനെ ഭാര്യയും കുഞ്ഞും മരിച്ചു. ഇതറിഞ്ഞ അവരുടെ അമ്മ ഉള്ളുപൊട്ടി നരമ്പിൽ അവിടുത്തെ ഭഗവതിയെ പ്രാർത്ഥിച്ചു. രോഷാകുലയായ നരമ്പിൽ ഭഗവതി ജന്മിയെ മാത്രമല്ല അയാളുടെ നാടിനെ ആകെ തകർക്കുന്ന നിലയിൽ രോഷം അണപൊട്ടി ഒഴുകി ഇങ്ങനെ മുന്നോട്ട് പോകും, സംഹാര രുദ്രയായി മാറുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതി ഇതറിഞ്ഞിട്ട് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആൾ നേരെ പോയി നരമ്പിൽ ഭഗവതിയെ തൻ്റെ വഴിക്കാക്കി അവരെ കൂടെ കൂട്ടി തൻ്റെ ഒപ്പമാക്കി. അങ്ങനെ നരമ്പിൽ ഭഗവതിയും ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ കൂട്ടുകാരിയായി മാറിയെന്നാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിലെത്തി. കണ്ണങ്കാട്ട് ഭഗവതി അടക്കമുള്ള ഉറ്റ തോഴിമാർ വേറെയുമുണ്ട്. ഇവരെല്ലാം പെരുങ്കളിയാട്ടത്തിന് കെട്ടിയാടും. നല്ല രസമാണ്. ചിലപ്പോൾ ഈ രാവിലെയൊക്കെ ഈ 5-6 തെയ്യങ്ങൾ, 7 തെയ്യങ്ങളോളം ഒന്നിച്ച് ഓരോരുത്തരായി വരും, ഓരോരുത്തരായി പോകും. പക്ഷേ അവരെല്ലാം ഒരേ സമയത്ത് അരങ്ങിലുണ്ടാവുന്ന സമയമുണ്ട്. ഭയങ്കര രസമുള്ള ഒരു വിസ്മയ ചിത്രമാണത്. അത് വല്ലാത്തൊരു വിഷ്വലാണ്. അങ്ങനെയാണ് ആ സാഹചര്യം. ഒരു തെയ്യത്തെ പറ്റി കൂടി പറയാം. പുലിയൂർ കണ്ണൻ. ശിവനും പാർവതിയും പണ്ട് വലിയ ചില ഹോബികളിൽ ഏർപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെ അവരെ ഒരു കാലത്ത് ഒരു ഹോബിയിൽ ഏർപ്പെട്ടെന്താ പുലികളായി ജീവിക്കാൻ തീരുമാനിച്ചു. പുലി ജന്മമെടുത്ത് പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയുമായി മാറി. അവർക്ക് ആ ശിവനും പാർവതിയും ആയ ഈ 2 പുലികൾക്ക് 6 പുലി മക്കൾ പറന്നു. 5 ആണുങ്ങളാണ്. കണ്ടപ്പുലി, മാരപ്പുലി, കാളപ്പുലി, പുലിമാരുതൻ, പുലിയൂർ കണ്ണൻ, ഇങ്ങനെ 5 ആൺ ദൈവങ്ങൾ പടർന്നു. പുലിയൂർ കാളി എന്ന് പറഞ്ഞൊരു പെൺപുലി വേറൊരു ദൈവമായി മാറി. ഈ ദൈവങ്ങൾ വലിയ ചൊറയാണ്, മനുഷ്യർക്കൊക്കെ ശല്യമാണ്. ഒരു ദിവസം അവർ ഭക്ഷണം അന്വേഷിച്ചിറങ്ങി. അവർ ഈ കന്നുകാലികളൊക്കെ തിന്നും. അങ്ങനെ അവിടുത്തെ കന്നുകാലികളെ ആകെ കൊന്നു തിന്നു. ആ ഘട്ടത്തിൽ അവിടുത്തെ വാഴുന്നവരുടെ പശുക്കളെ ഒക്കെ തിന്നാൻ തുടങ്ങിയപ്പോൾ അവർ പുലികളെ കെണി പിടിക്കാൻ തീരുമാനിച്ചു, ഈ പുലി ദൈവങ്ങളെ. എന്നാൽ വാഴുന്നവരുടെ പടനായകനെ, പുലികളെ പിടിക്കാൻ പറഞ്ഞാൽ പടനായകനെ ഈ പുലികൾ കൊന്ന് തിന്നളഞ്ഞു. എന്നിട്ട് ഒടുക്കം മുച്ചിലോട്ട് ഭഗവതിയുടെ അടുത്ത് പരാതി എത്തി. അങ്ങനെ മുച്ചിലോട്ട് ഭഗവതി പുലിയൂർ കണ്ണനെയും പുലിയൂർ കാളിയെയും
പോയിട്ട് വരുതിയിലാക്കി, തൻ്റെ പവർ ഉപയോഗിച്ച് വരുതിയിലാക്കി അനുസരിക്കുന്ന ആളുകളാക്കി മാറ്റി, ദൈവങ്ങളാക്കി മാറ്റിയിട്ട് കൂടെ കൂട്ടി, തെയ്യമാക്കി, അച്ചടക്കമുള്ളവരാക്കി കൂടെ കൂട്ടി. അങ്ങനെ അവർ മുച്ചിലോട്ട് ഭഗവതിയുടെ കൂടെ കൂടി. അങ്ങനെയാണ് ഈ 2 തെയ്യങ്ങൾ ഈ പെരുങ്കളിയാട്ടത്തിന്, മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് വരുന്നതെന്നാണ്. അങ്ങനെ അവർ നല്ല ദൈവങ്ങളാക്കപ്പെട്ടു. ഈ മറ്റൊരു പ്രധാന ദൈവത്താൽ നല്ല ദൈവങ്ങളാക്കപ്പെട്ടു. ബാക്കിയുള്ള അവരുടെ കഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ വൻ ശക്തരോട് എതിരിടുന്ന ഒരു സംഘം തന്നെ മുച്ചിലോട്ട് ഭഗവതി ഉണ്ടാക്കി തീർത്തു. അവരുടെ ഒരു സംഘം ഉണ്ടായി. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിലേക്ക് ഈ തെയ്യങ്ങളെല്ലാം വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇടയിലോ പോയി എന്നറിയാം. ഇതുപോലെ 10-20 തെയ്യങ്ങളാണ് 4 ദിവസം കൊണ്ട് കെട്ടിയാടിയത്. അതെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇതെല്ലാം പെരുങ്കളിയാട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് തീരില്ല. തെയ്യം കണ്ട ആർക്കും ആ തെയ്യത്തിൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് തീരില്ല. അല്ലാതെ ഒരു ദൈവമായി മാത്രം കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ആൾക്ക് മറ്റൊന്നും ആസ്വദിക്കാനില്ല, ഭക്തി മാത്രം ആസ്വദിച്ച് വരാം. എന്നാൽ നമുക്കിതിൻ്റെ പുരാവൃത്തമൊക്കെ മനസ്സിലാക്കിയാൽ വേറൊരു രീതിയിലേക്ക് ഈ ആസ്വാദനതലം മാറും. മറ്റൊരു കൗതുകം ഈ പെരുങ്കളിയാട്ടത്തിന് എത്തുന്ന 10,000-കൾക്കുള്ള ഭക്ഷണ വിതരണമാണ്. ഇത്തവണ മറ്റൊരിടത്തും കാണാത്ത പോലെ ഈ ക്ലായിക്കോട് ഗ്രാമത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള വീടുകളിൽ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരെ 2 നേരവും ഭക്ഷണം പൊതിഞ്ഞ് അവർക്ക് എത്തിക്കാൻ ഒരു ടീമിനെ തന്നെ നമ്മൾ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഏർപ്പാടാക്കിയിരുന്നു. പെരുങ്കളിയാട്ടത്തിന് ഞങ്ങളൊരു സോവനീറും ഇറക്കിയിരുന്നു. വഴിനട എന്ന പേരുള്ള ഒരു സോവനീർ ഇറക്കിയിരുന്നു. ക്ലായിക്കോടിൻ്റെ സമഗ്ര ചരിത്രം ഈ വഴിനടയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലായിക്കോടിൻ്റെ കാർഷിക വിദ്യാഭ്യാസ വർഗ സമര ചരിത്രം ഒന്നാകെ അടയാളപ്പെടുത്താൻ കൃഷ്ണകുമാർ മാഷ് എഡിറ്ററായ പ്രഗത്ഭരുടെ ഒരു നിര തന്നെ അണിനിരുന്ന വഴിനട എന്ന ഈ മാഗസിൻ അതിനനുസരിച്ചിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും ലേശം വ്യത്യസ്തരാണെന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ തെയ്യങ്ങളുടെ പശ്ചാത്തലവും പെരുങ്കളിയാട്ടങ്ങളുടെ കഥയും ഒക്കെ. ഒരു തെയ്യമുണ്ട്, ബാലിത്തെയ്യം. ബാലിയെ എല്ലാ വർഷവും കെട്ടിയാടിക്കുന്ന അമ്പലങ്ങളും ഉണ്ട്. ബാലി ശ്രീരാമൻ്റെ വില്ലനാണ്, നിങ്ങൾക്കറിയാം. ജയ് ശ്രീറാം വിളിപ്പിക്കാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മനുവാദികളുടെ പിന്മുറക്കാരോട് ഞാൻ ബാലിയുടെ ഭക്തനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാറ്റ് കഴിക്കും അവർ. ഇതാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന ഊഹിക്കാവുന്ന അവസ്ഥ. എന്നാൽ ഇവിടെയോ, നമ്മുടെ നാട്ടിലോ, കേരളത്തിലോ ഇവിടെ അതല്ല സ്ഥിതി. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഇത്രയും കടന്ന് പോയതാണ്. അങ്ങനെ പെരുങ്കളിയാട്ടം കഴിഞ്ഞു. അവസാന ദിവസം 4-ാം ദിവസം മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം അരങ്ങിലെത്തി. 3 മണിയോടെ എത്തിച്ച കോലം വൈകുന്നേരം അത് പിന്നീട് അഴിച്ചു വെച്ചത് ദൈവം അരങ്ങ് വിടുന്ന സമയത്ത് അഴിച്ചു വെക്കുമ്പം പിറ്റേന്നാൾ പുലർച്ചെ 1 മണിയോടെ എടുത്തിരുന്നു. ഒടുവിൽ പെരുങ്കളിയാട്ടം അവസാനിച്ച് തെയ്യം മുടിയെടുത്ത് വിട പറയുന്ന സമയമുണ്ട്. അപ്പോൾ കളിയാട്ടപ്പറമ്പിൽ ഒരു നിശബ്ദത ഉണ്ടാവും. അവസാനത്തെ വിടചൊല്ലലിൻ്റെ വൈകാരികത വിശ്വാസത്തിനും യുക്തിക്കുമൊക്കെ അപ്പുറത്താണ്. അറിവിൻ്റെ കാരണത്താൽ മനുവാദികളാൽ വേട്ടയാടപ്പെട്ട ആ പെണ്ണിൻ്റെ നിസ്സഹായതയും ഉജ്ജ്വലമായ ഉയിർപ്പും ആ ചീനി നാദത്തിൻ്റെ ഒരു വിലാപഭാവത്തിൻ്റെ അകമ്പടിയോടെ ഉള്ളിലിങ്ങനെ അലയടിക്കും. മുടിയെടുക്കുമ്പോൾ ദിനേശൻ കരുവള്ളൂർ നടത്തിയ ഒരു ഗംഭീര അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത്. കൈലാസനാഥൻ്റെ പൊന്മകളും ഭുവനേശ്വരിയും അന്നപൂർണേശ്വരിയുമായ ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ ആത്മീയ സാന്നിധ്യം പകർന്നു നൽകിയ വരവിളിയും കുഴൽവിളിയും ചെണ്ടമേളവും നിശബ്ദമാവുകയാണ്. 4 ദിനരാത്രങ്ങളിൽ ആത്മീയ ശോഭ പകർന്നു നൽകിയ എണ്ണവിളക്കും തീപ്പന്തവും മിഴിച്ചിമ്മുകയായി. പാതിരാ വിളക്കുകൾ കെട്ടുപോകുന്നു. പാതിരാചന്ദ്രനും മാഞ്ഞു പോകുന്നു. പാതിനെഞ്ചിൽ വിലാപത്തിൻ്റെ ചീനിവിളി മുഴങ്ങുന്നു. ഭക്തകണ്ഠങ്ങളിലെ വിലാപസ്വരങ്ങളായി ചെണ്ടയും ചീനിയും വിങ്ങി വിങ്ങിക്കരയുന്ന സങ്കടഗാഥകൾ മുഴങ്ങുന്ന താരാവൃത രാത്രിയിൽ അമ്മയുടെ അനുഗ്രഹ വാത്സല്യങ്ങൾക്കായി തിക്കിത്തിരക്കുന്നു. വിട്ടുപോകരുതെന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഭക്തസമുദ്രത്തിന് മുകളിൽ അനുഗ്രഹത്തിന്റെ തീപ്പന്തം അണച്ചു വെച്ചുകൊണ്ട് അമ്മയുടെ തിരുസ്വരൂപം അരങ്ങൊഴിയുകയാണ്. ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ടും മാതാവിന് പൂർണ്ണചന്ദ്രായിട്ട് കാലം എത്ര കാത്തിരിക്കണം, കാതമെത്ര നടന്നു തീർക്കണം അമ്മയുടെ തിരുനടനം ഇനി നേരിലൊന്നു കാണുവാൻ. ഓരോ ദർശനവും പുണ്യതീർത്ഥ സ്നാനം പോലെ ഇഹപര ദുഃഖങ്ങൾ തീർത്ത് മനസ്സിനെയും ശരീരത്തെയും പരിപാവനമാക്കി തീർക്കുന്നു. കണ്ടിട്ടും കണ്ടിട്ടും മതിവരുന്നില്ല ശ്രീ ഭുവനേശ്വരിയുടെ തിരുമാംഗല്യ രൂപത്തിൻ്റെ പരിപാവന ദർശനം. അങ്ങനെ കളിയാട്ടം കഴിഞ്ഞ് നടയടച്ചു.
നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെയ്യം ഉഷാറായി എന്ന് പറയും. തെയ്യം കെട്ടുകാർ മടങ്ങി, യൂത്ത് ബ്രിഗേഡുകാർ നാട് വൃത്തിയാക്കി. ഞാൻ തേജൂട്ടീനെയും തേനൂട്ടീനെയും കൂട്ടി മുച്ചിലോട്ട് ഭഗവതിയെ കെട്ടിയ ഓലക്കാരൻ്റെ ഒപ്പം സെൽഫി എടുത്തു. കേരള പോലീസിൽ ഉദ്യോഗസ്ഥനായ ഷിജു നേണിക്കമായിരുന്നു മനോഹരിയായി മുച്ചിലോട്ട് ഭഗവതിയായി ലാസ്യ താണ്ഡവമാടി നമ്മളെ വിസ്മയിപ്പിച്ചത്. ഇനിയും എത്രയെത്ര കോലങ്ങൾ, എത്രയെത്ര തെയ്യങ്ങൾ. ഇനി ഒരു പെരുങ്കളിയാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കണം. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പെരുങ്കളിയാട്ടം വരും. അപ്പോൾ അതാണ് വടക്കൻ മലബാറിൻ്റെ ഉത്സവം. ഇതൊക്കെ കൊണ്ടാണ് ന്യൂസ് അറ്റ് ഹൗസ് ഒരാഴ്ച കൂട്ടിപ്പോയതെന്ന് പറയാനാണ് ഞാൻ അതിനുശേഷം വന്ന ആദ്യത്തെ വീഡിയോയിലൂടെ ശ്രമിച്ചത്. ഇനി നമുക്ക് സജീവമായിട്ട് തുടരാം. സ്നേഹം മാത്രം. ഈ ക്ലിക്കിൽ നിങ്ങളുടെ സാന്നിധ്യമാണ് എന്നെ നയിക്കുന്നത്. സ്നേഹം, നന്ദി, നമസ്കാരം.